ഇത് ചെറിയൊരു ഇടുക്കാട്ടോ. 4-5 വർഷം മുമ്പേ ഒരു പെണ്ണും ചെറുക്കും കൂടെ ആളൊക്കെ കൈയെ കെട്ടിയിട്ട് പ്ലസ് പഠിക്കുന്നത് എടുത്ത് ആയില്ല അവിടുന്ന്. നമസ്കാരം, ടൈം ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ച് പരുന്തുംപാറ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഇന്നിനി സൂര്യനെല്ലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കഴിഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ടൊക്കെ വരണേ. ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിപ്പം നിങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഞങ്ങൾക്കുള്ള മോട്ടിവേഷൻ, തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണത്. അപ്പോൾ എല്ലാവരും വീഡിയോ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ മാപ്പ് ഇട്ടേക്കുന്നത് രാമക്കൽ മേടിലേക്കാണ്. അപ്പം വിഷ്ണു ഫ്രണ്ടിൽ മാപ്പ് ഇട്ട് പോകുന്നുണ്ട് രാമക്കൽ മേട്. ഞാനും പോയിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് പോവുകയാണ് രാമക്കൽ മേട്. വണ്ടി ഓടിക്കാൻ നല്ല ക്ലൈമറ്റാണ്, വണ്ടി ഓടിക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. വലിയ ഈ വെയിലുണ്ടെങ്കിലും അധികം ചൂടില്ല ഇവിടെയൊന്നും. നമ്മുടെ നാട്ടിലെ പോലെ ബൈക്കും കൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. ജാക്കറ്റ് ഇട്ടിട്ട് പോലും നമുക്ക് അതിനുള്ളിൽ ചെറിയൊരു തണുപ്പ് വരുന്നുണ്ട്. വ്യൂവിനൊന്നും ഒരു കുറവില്ല കേട്ടോ, വ്യൂവിനൊന്നും ഒരു ദാരിദ്ര്യം ഇല്ലാത്ത റൂട്ടാണിത്. ഈ കാണുന്നതാണ് നമ്മളെ AVTയുടെ പ്ലാന്റേഷനാണ് കേട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് ടീ ആൻഡ് കോഫി ആൻഡ് സ്പൈസസ് AVT ഗ്രൂപ്പ്. നമ്മൾ വാങ്ങുന്ന ചായപ്പൊടിയില്ലേ AVTയുടെ, അതൊക്കെ ഇവിടെ നിന്നാണ് വരണത് കേട്ടോ. നല്ല രസമുള്ള വ്യൂ. നിർത്തിപ്പോവും നമ്മളിങ്ങനെയുള്ള സ്ഥലം കാണുമ്പോഴേ, നിർത്തി അവിടെ അങ്ങ് നിന്ന് പോവും. ഇവിടെ ഒരു തേക്കടി 27 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്ക് 139 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നല്ലൊരു തടാകമുണ്ട് കേട്ടോ, പോകാൻ പറ്റത്തില്ല, അതിനകത്താണ്. കൊള്ളാം. ഇതുണ്ടോ മതിലിന് പകരം ചെമ്പരത്തി ഇട്ട് പിടിപ്പിച്ചേക്കണേ. ചുമന്ന ചെമ്പരത്തി, നീല ചെമ്പരത്തി കണ്ടിന്യൂസ് ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ. അത് മതിലിന് പകരം. ഇപ്പം നമ്മളിപ്പോൾ കുമളിയിൽ നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇത് കുമളി നിന്ന് മൂന്നാർ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയതാണ്. നമ്മളിവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. നടന്നു പോയാൽ ഒരു 3/4 മണിക്കൂർ നടന്നാൽ രാമക്കലിൻ്റെ മണ്ട കാണാം, തമിഴ്നാട് കാണാം. മേളിൽ പോയാൽ കുറച്ച് സ്റ്റാച്ചു കാണാം. അത് അല്ലെങ്കിൽ ഇവിടെ ജീപ്പിൻ്റെ പരിപാടി. ജീപ്പിന് പോവുകയാണെങ്കിൽ ജീപ്പ് പോവുകയല്ല, തമിഴ്നാടിൻ്റെ സ്ഥലമാണ്. ജീപ്പിന് പോവുകയാണെങ്കിൽ രാമപ്പാറ ഗുഹയുണ്ട്. ചെരിഞ്ഞ് കയറണം, ഇരുന്നിറങ്ങണം, കമന്നണം. അത് കഴിയുമ്പോൾ ഒരു ഇത് വാച്ച് ടവർ ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു സോളാർ പാനൽ. അത് കഴിയുമ്പം ഈ രാമക്കലിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പം രാമക്കല്ല് 3500 അടുത്താഴ്ച ഒറ്റ ഇതായിട്ട് നിൽക്കുന്നതും തമിഴ്നാടിൻ്റെ 3/4 ഭാഗം ഫ്ലൈറ്റായിരുന്നു കാണാൻ പറ്റും. ഫ്ലൈറ്റ് പോകുമ്പോൾ കാണിച്ച് തിരിച്ച് കുറച്ച് സ്റ്റാച്ചുവിൻ്റെ അവിടെ കൊണ്ടുപോകും. 1600 രൂപ സർക്കാരിൻ്റെ ചാർജാണ്. അതിൽ അവിടുത്തെ പാസ് ഡ്രൈവർമാർക്ക്. ഇവിടെ വരുമ്പോൾ 25 രൂപ പാസ്സുണ്ട്, അത് നിങ്ങൾ പിന്നെ പൈസ മേടിച്ചോണ്ടല്ലോ. പിന്നെ തിരിച്ചു വന്നിട്ടാണ് പൈസ മേടിക്കുന്നത്. ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതും വേണ്ട. ഓക്കെ. പിന്നെ വണ്ടി പോകാനും വരാനും 20 മിനിറ്റ് വീതം കുറച്ച് ഓഫ് റോഡുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ആമപ്പാറക്കടിയിലേക്ക് കയറി ഉണ്ടാകുന്നുണ്ട്, കയറി എൻജോയ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് 1.5 മണിക്കൂർ എടുക്കും. 1600 രൂപ. അല്ലെങ്കിൽ 84 വണ്ടിക്ക് പറ്റത്തല്ല. 3000-3500 ഓടിക്കൊണ്ടിരുന്നത് അത് 1600. കളക്ടർ DTPC RTO ഇവർ ബന്ധപ്പെട്ടിട്ട് ഒറ്റ ചാർജാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ പാസ് അവിടുത്തെ അതിൻ്റെ പൈസ അല്ലേ കൊടുത്തേക്കാൻ പറയും. ശരി. ഇവിടെ വരുമ്പോൾ ആ പൈസ കൊടുത്തു. ഓക്കെ. ഇഷ്ടപ്പെട്ട പൈസ പോയി നോക്കിയല്ലോ. വണ്ടി സേഫായിട്ട് ഇവിടെ വയ്ക്കും. വണ്ടി സേഫായിട്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇവിടെ വന്നിട്ടിങ്ങനെ ബൈക്കിൽ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടെ നിന്നൊരു ജീപ്പ് എടുത്തിട്ടേ ഇവിടെ കാണാനുള്ള ഇടം എല്ലാം കണ്ടിട്ട് വരാം. ഇവിടെ ഒരു ആമപ്പാറയുണ്ട്, പിന്നെ ഒരു സോളാർ പാനലുണ്ട്, മുകളിൽ കുറത്തി സ്റ്റാച്ചു ഉണ്ട്, അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പം അതും കൂടെ നമുക്കൊന്ന് കണ്ട് കവർ ചെയ്തിട്ട് വരാം. നമ്മൾ വെറുതെ വന്ന് ഇവിടെ കണ്ടിട്ട് പോയാലേ കാര്യമില്ല കേട്ടോ. നമ്മളിവിടെ നിന്നൊരു ജീപ്പ് എടുത്ത് മുഴുവൻ പോയാലേ നടക്കുള്ളൂ. 1600 രൂപ അതിൻ്റെ ചാർജ് പറഞ്ഞേ.
വണ്ടിക്കാണോ 1600 രൂപ? ആ മാക്സിമം എത്ര? 8 പേരോ 7 പേരോ? 6 പേരെ നമുക്ക് അതിനോടുള്ള 6 പേര് കൊണ്ടുപോകും. ഓക്കെ. അപ്പം ഒരു വണ്ടിയിൽ 6 പേരാണ് കേട്ടോ അലൗഡ്. മാക്സിമം ഒരു അഡ്ജസ്റ്റ് ചെയ്തൊരു 8 പേരെയൊക്കെ അവർ കൊണ്ടുപോകും. അപ്പം ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ ഒരു വണ്ടിക്ക് 200 രൂപയേ ഉള്ളൂ. ഓഫ് റോഡാണ്, ചെറിയ ഓഫ് റോഡുണ്ട്. സൂപ്പറാണ് കേട്ടോ. വിൻഡ് മില്ല് ഒന്നും പറയാൻ വയ്യ, അത്രയ്ക്ക് വലിയ ഓഫ് റോഡാണ്. ശബ്ദം വെളി വരാത്ത രീതിയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊള്ളാം. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രം ആയതുകൊണ്ടേ കയറണില്ല. വണ്ടി ഇവിടെ കിടന്ന് കറങ്ങണേ ഉള്ളൂ കേട്ടോ, ഇവിടെ നിന്ന് മുകളിലോട്ട് കയറാതെ. അപ്പോഴേ അവിടെ നമ്മൾ കൂലിക്ക് ആളെ വിളിച്ച് കയറ്റുമ്പോൾ, കൂലിക്കല്ല, അവിടെ നിന്ന് ചേട്ടന്മാർ അവരും കൂടെ ഉണ്ടെങ്കിലേ വണ്ടി കയറുള്ളൂ. അപ്പോൾ അവർ കയറട്ടെ. അപ്പോൾ ഞാൻ മോളിൽ പോയി വീഡിയോ എടുക്കാം. ഓ, കാല് മുഴുവൻ മണലാട്ടോ ഇത് ഫുള്ള്. ഇതൊരു യുദ്ധം തന്നെ വേണം, എങ്കിലേ ഇവിടെ കയറുള്ളൂ. ഇത് കാല് കണ്ടോ, മുഴുവൻ മണലായി. കയറുന്നില്ല. വണ്ടി ഒട്ടും കാണാനില്ല, മുഴുവൻ കരിഞ്ഞു പറന്നു പോയി കേട്ടാ. പൊടി ഭയങ്കര പൊടിയാട്ടോ, മുഴുവൻ പൊടിയാ. ആ ഇതാണ് ആമ പറയല്ലേട്ടാ. അതെന്താ ഏട്ടാ അവിടെ പൂഴി ഇത് മാറ്റാൻ പറ്റില്ല? എപ്പോഴും പൂഴിയാണോ? ആ ചതപ്പോ വല്ലോ ഇട്ടോ? ഇല്ല, കോൺക്രീറ്റ്. കല്ലുമട്ട. നല്ല പൂഴിയാ, കാല് താന്നു പോവും. ചെളി പോലെ പൂഴിയാ. ഇതാണ് ഗുഹയല്ലേ? ആമപ്പാറ. ഓക്കെ, ഇവിടെ ഈ ഗ്യാപ്പിൽ കൂടെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ആമപ്പാറ. അപ്പോൾ ഇതിനകത്തോട്ട് കയറുകയാണ്. ഇതിനകത്തുനിന്ന് ചേട്ടാ ഇതിനകത്ത് എത്ര പേരെ കൊള്ളും? കുഴപ്പമില്ലല്ല. പോയിട്ട് ഇത് ചെറിയൊരു ഇടുക്കാട്ടോ. ഗോപ്രോന്റെ ബാറ്ററി കഴിയുന്ന അതെടുത്തിടാൻ പോലും പറ്റൂല ഇവിടെ നിന്ന്.
ഈ കൈ ഇങ്ങനെ പോയാൽ ഇതുപോലെ അങ്ങറ്റം വരെ പോണം. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടെ ചെറിയൊരു ക്യാപ്പാണ്. ഇവിടെ വേറെ വഴിയുണ്ടോ? പിന്നെ കൂപ്പറണ്ണ, അവർക്ക് കുറച്ചു പേർക്ക് വരാൻ പാടുള്ളവരുണ്ട്. അവരെ കൈവേലിയുടെ സൈഡിൽ കൂടെ തന്നെ നേരെ മേലോട്ട് വന്നത്. ഇവിടെ വരുന്ന മനസ്സുള്ളവർ പോരും. സൂപ്പർ അല്ലേ, നല്ല രസമാണ് കേട്ടോ ആമപ്പാറ. അപ്പോൾ ഇവിടെ വന്ന് ആരും ഇത് മിസ് ചെയ്യില്ല അല്ലേ. രാമയ്ക്കൽ മേട് വന്നാൽ കാണാൻ പറ്റിയ സൂപ്പർ സാധനമാണ് കേട്ടോ. കുറച്ച് ഓഫ് റോഡും ഉണ്ട്, അതുപോലെ തന്നെ കുനിഞ്ഞ് നൂന്നൊക്കെ ഇറങ്ങി ഇവിടെ വന്നിരിക്കുക. ഇതിലെങ്ങനെ പോണ്ടേ? ചെല്ലുമ്പോ മാത്രം കിടന്ന ഈശ്വര. എടാ ഇത് കുഴിയാണ്, ഇതിനകത്ത് വീടല്ലേ കേട്ടാ. കേട്ടാ അല്ല, ഇത് കുഴിയാണ്, കാലെടുത്ത് വയ്ക്കല്ലേ. ഞാൻ ഇപ്പൊ അതിലേക്ക് വെച്ചനാ. ഞാൻ ഫോട്ടോ എടുത്തായിരുന്നോ? കുഴപ്പം. അന്ന് എങ്ങനെ എടുക്കും? നീന്തിയാലേ പറ്റൂ, കുഴപ്പമില്ല. ശരിയാ വിഷ്ണു. അവിടെ നിന്ന് ഫോട്ടോ കല്യാണം കഴിക്കും. ഇത് കൊള്ളാം കേട്ടാ, 1.5 നേഴ്സ് കിട്ടണം. ഓർഡർ ചെയ്യുന്നു. ഓക്കെ ഓക്കെ. കിട്ടും കിട്ടും, ഇതിലായോണ്ട് നല്ല വൈഡായിട്ട് കിട്ടും. കൊള്ളാം കൊള്ളാം. ഇത് ഈ കൊച്ചിനെ കൊണ്ടുപോകുമ്പോഴല്ലേ ബാഗ്. ഇതിലെ നേരെ അങ്ങ് വന്നാൽ മതിയില്ല. ഇനിയിപ്പോ ഇല്ല അങ്ങ് പോവാം. കാലും നടുക്ക് ആവുന്നുള്ളവർക്ക് നില്ല വിഷ്ണു, നീ പറഞ്ഞ വീഡിയോ എടുക്കണം. അയ്യോ ഇത് നിരക്കി കയറണം കേട്ടോ അതിനകത്തൂടെ. അയ്യോ വേറെ ഷർട്ടും മുണ്ട് എടുത്തോണ്ട് വരണം. അയ്യോ വെളിയിലെത്തി. ഈ വിഷ്ണു ബാഗിൽ നിന്ന് നീക്കി വിട്. അതൊന്നും കാര്യമില്ല, എന്തായാലും ഇറങ്ങി വാ, കിടന്നു വാ. ഓക്കെ, അവിടെ താഴെ അല്ലേ. ഇത് തനിയെ ഉണ്ടായതാണ് കേട്ടോ, ഇത് ജന്മനെ ഉള്ളതാ. അവിടെ ചെന്ന് നോക്കിയേ, അവിടെ നിങ്ങൾ നോക്കി, അപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും, വ്യൂ കിട്ടും. അപ്പം നമ്മൾ ഇത്ര നേരം കയറി ആമപ്പാറയുടെ മുഴുവനൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അയ്യോ ഒന്നൊന്നര ട്രക്കിങ് കേട്ടോ, എന്നാൽ മിസ് ചെയ്യല്ലേ. ഇവിടെ നിന്ന് 1600 എല്ലാവരും തിരിച്ചു പോകും, പക്ഷേ അത് വർത്താണ് കേട്ടോ. 1600 രൂപ വർത്താണ്. അപ്പോൾ ഇതാണ് നമ്മളാ അതിൻ്റെ ഓക്കെ ഓക്കെ ഓക്കെ. കല്ല് വെറുതെ എടുത്ത് വെച്ചൊക്കെയാണോ? ഉയ്യോ, ഇതിൽ നമ്മൾ നേരത്തെ കയറിയിരുന്ന് വീഡിയോ എടുത്തില്ലേ, ആ കല്ലാണിത്. അത് ചുമ്മാ അവിടെ എടുത്ത് വെച്ചൊക്കെയാണ്, ഇപ്പോഴാണ് പറയണത്. ഇത് നാച്ചുറലായിട്ട് ഉണ്ടായാണ്, ഇത് താഴെയൊന്നും വീഴത്തില്ല. ഇങ്ങനെ അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു ചലനമില്ലാതെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് നിന്ന് കണ്ടാൽ കിട്ടില്ല വ്യൂ ആട്ടോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ കയറാം കേട്ടോ. പിന്നെ മുകളിൽ നിന്ന് അടിപൊളി വ്യൂ കിട്ടും. തമിഴ്നാട് കമ്പം തേനി എല്ലാം കാണാൻ പറ്റും. പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് സോളാർ പാനൽ കാണാനാണ്. അതുകൊണ്ട് ആ സൈഡിലായിട്ടാണ് സോളാർ പാനൽ. പിന്നെ ഈ ഒരു സൈഡ് തമിഴ്നാടാണ്, കമ്പം തേനി ആ ജില്ലയാണ് ആ സൈഡിലായിട്ട് വരുന്നത് കേട്ടോ. ആ സൈഡിൽ ആ എൻഡിലാണ് നമുക്ക് കുറവൻ കുറത്തി ആ സ്റ്റാച്ചു ഉള്ളത്, അങ്ങ് അറ്റമാണ്. ഒരു ടേൺ പോലെ ഇങ്ങനെ കറങ്ങി
ഇതിലിങ്ങനെ സർക്കിൾ അടിച്ച് തിരിച്ച് അവിടെ പോയി അങ്ങ് തീരും. അപ്പോൾ ഇതിൽ സോളാർ പാനൽ കാണാൻ പറ്റില്ല. നമ്മൾ അതിനടുത്ത് പോവും. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ഞാനൊന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് ആമപ്പാറയിലെ കാഴ്ച. ആമയെ പോലുള്ള ഷേപ്പ് ഉള്ളതുകൊണ്ടാണ് ആമപ്പാറ എന്ന് പറയണത്. അടുത്ത് ഇനി നമ്മൾ ആ സോളാർ പാനൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ പോകും. പിന്നെ നമ്മൾ അവിടെ കുറത്തീര ആ ഒരു സ്റ്റാച്ചു കാണാൻ പോകും. അങ്ങനെ കറങ്ങി തിരിച്ച് നമ്മളങ്ങ് ജീപ്പ് കയറിയ സ്ഥലത്തെത്തും. ഇത്രയാണ് ഇവിടുത്തെ പരിപാടി. ഇവിടെ നല്ല തറയോടൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കാണാനും ഒക്കെ കൊള്ളാം. വൃത്തികേടൊന്നുമില്ല. അപ്പോൾ നമ്മളാ ഇങ്ങനെ ട്രൈ കൊള്ളാം, നല്ല സ്ഥലമാണ്. പൊളിയാണ്, പവറാണ്. പറ ഇതെങ്ങനെ ആമേരെ ശില്പം. പക്ഷെ അത് കവറിട്ട് വെച്ചേക്കും. ഒരു ആമേരെ പ്രതിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒന്ന് അതിനകത്ത് എന്തോ സെറ്റപ്പ് ചെയ്യാനാണ് കേട്ടോ. ഇത് 4 വീലർ 2 വീലർ കേട്ടോ. 2 വീലർ പിന്നെ അവിടെ ഇച്ചിരി റോഡ് ഇതിപ്പോ 8 പേരൊക്കെ അവിടെ കയറി വരും. അടുത്തിനി എങ്ങോട്ടാണ് പോണേ? ഇതാര്? ഇത് നമ്മുടെ കേരളത്തിൻ്റെ അല്ലേ? ഇപ്പുറത്തെ ജീപ്പ് ഇറങ്ങട്ടെ, അതിനപ്പുറം തമിഴ്നാടാണ്. ഈ കല്ലിന്റെ അപ്പുറം തമിഴ്നാടാണ്. ഓ ഈ കല്ലിനപ്പുറം തമിഴ്നാടാണ്, ബോർഡറാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അല്ല, മറ്റേ തമിഴ്നാട് പോകാൻ സമ്മതിക്കില്ല അവർ. ഇന്നിപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നടന്ന് ഇറങ്ങി പോകും. അല്ല, വണ്ടി വിടത്തില്ല. ഇല്ല, തമിഴ്നാട് ഫോറസ്റ്റാ. അല്ല, വണ്ടി പോണ വഴിയാണോ? അല്ലല്ല, അതിന്റെ ടോപ്പ് വരെ വണ്ടി പോകും. വണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സോളാർ പാനൽ കാണാൻ എത്തി. മുഴുവൻ പൊടിയായിട്ടോ. അതാണ് കമ്പൻ ടൗൺ അല്ലേ? മണ്ടാണ് മേഘമല. അരിക്കൊമ്പനെ ഇറക്കി വിട്ടില്ലേ? ഇത് കമ്പൻ ടൗണിൽ വന്നേ മേഘമല. ഇങ്ങനെ ഇറക്കി പേര്. ഓ, ഇനി വരെ ഉണ്ടല്ലേ? തന്നെയല്ലേ? ഇത് കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സോളാർ പാനൽ അല്ലേ? ഇവിടെ അങ്ങോട്ട് തമിഴ്നാടാ. ഇവിടെ നിന്ന് അങ്ങോട്ട്. രാമത്തുമ്മയുടെ സ്ഥലപ്പേര് പറയല്ലേ? ആ മേടാ കാണുന്നത്. ഓക്കെ. 3500 നടന്നു കയറണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ റൈറ്റ് സൈഡിൽ കേരളവും ലെഫ്റ്റ് സൈഡിൽ തമിഴ്നാടുമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലാണ്. തൊട്ടപ്പുറം അവിടെ കേരളമാണ്. അപ്പം ഒരു 5 സ്റ്റെപ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ കേരളവും തമിഴ്നാടും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാണുന്നതാണ് രാമക്കൽ മേട് കേട്ടോ. ഞാൻ അത് ഫോണിൽ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അതാണ് രാമക്കൽ മേട്. ഈ സ്ഥലം കാണുന്നത് തേനിയാണ്. ആ മലയ്ക്കപ്പുറം തേനിയാണ്. ഇവിടെ കാണുന്ന കമ്പം ടൗണാണ് ഈ കാണുന്നത്. നമുക്കിങ്ങനെ നടന്ന് നമ്മൾ ആ ഒരു എൻഡ് വരെ പോകും. ആളുകൾ നിൽക്കുന്നില്ലേ, അവിടം വരെ പോകും. അപ്പുറത്ത് ആ മലയിൽ പോകുന്നതെങ്കിൽ നമ്മൾ താഴെ നിന്ന് ഒരു 1 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് കയറിയാലേ നമുക്ക് ആ ഒരു രാമക്കൽ മേടെന്ന് പറയുന്ന ആ ഒരു മലയിൽ കയറാൻ പറ്റും. അത് 3000 അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. തറയിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ നമ്മളിപ്പോൾ കാണാൻ വന്ന് ഇവിടെ മുഴുവൻ സോളാർ പാനൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ്. സോളാർ പാനൽ കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നടന്ന് നമുക്കിനി അങ്ങോട്ട് പോവാം. നല്ല വ്യൂ ആണേ. അപ്പോൾ രാമക്കൽ മേട് പറഞ്ഞവരാരും മിസ് ചെയ്യല്ലേ. നല്ല വ്യൂവും അതുപോലെ തന്നെ ജീപ്പ് റൈഡ് സൂപ്പറാണ്. ആ ജീപ്പ് റൈഡിലുള്ള എക്സ്പീരിയൻസ് സാധാരണ ഓഫ് റോഡ് പോലെയല്ല. സാധാരണ കല്ലും കുഴിയാണെങ്കിൽ ഇതിനപ്പുറം മണലിങ്ങനെ കറങ്ങി കയറാൻ പറ്റാതെ ആയി പോകും. നല്ല കാറ്റാണ്, നല്ല രസമാണ്. ഇവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത് ക്യാമറയിൽ.
കൃഷിയാണല്ലേ മുഴുവനും. ഇത് രാമക്കൽമേട്. നമ്മളെ റോഡിന് അപ്പുറം ഇപ്പുറം വലിയ നമ്മൾ തമിഴ്നാട് പോകാൻ കാണില്ലേ തെങ്ങും തോപ്പൊക്കെ അതാണ് കാണുന്നത്. തെങ്ങ് വലിയ വലിയ തെങ്ങുകളാണ്. ആ ഹൈവേ ആണ് അത്. ഹൈവേ എന്ന് പറയുമ്പോൾ ആ മലയല്ലേ അതിലങ്ങനെയാ പോകുന്നത്. 3500 മുകളിലാണ് ഇപ്പൊ നമ്മൾ അയക്കുന്നത്. അതിന്റെ ഐതിഹ്യം പറഞ്ഞാൽ പണ്ട് വനവാസ കാലത്ത് രാമൻ സീതയെ അന്വേഷിച്ചു വന്നെന്നും ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോയതും പണ്ട് ഇത് കടലായിരുന്നെന്നും രാമൻ നിൽക്കാൻ വെച്ച കല്ലാണെന്നും അങ്ങനെ രാമന്റെ വലിയ താല്പര്യമെന്നുമാണ് ഐതിഹ്യം. അങ്ങനെയാണ് രാമക്കൽമേടെന്നും രാമക്കൽ അറിയപ്പെടുന്നത്. സൂക്ഷിപ്പാനോട് കൂടി ഒരു ബൈക്ക് പോകുന്നുണ്ടോ? ഓ വളരെ താഴെ കൂടെ ഒരു ബൈക്ക് പോകുന്നുണ്ടോ? താഴെ 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 റോഡിൽ നോക്ക്. ഈ വഴി ഇവിടെ അവിടെ തൊട്ടപ്പുറത്ത് പാറമടയുണ്ട്. ആ ചേട്ടൻ്റെ പേര്? എൻ്റെ ഷാജി. ഷാജി. അപ്പോൾ ചേട്ടൻ പറഞ്ഞ കേട്ടല്ലോ, ഈ കാണുന്നതാണ് തേനി. ആ കാണുന്ന ഇത് അല്ല, ആ മലയ്ക്കപ്പുറമാണ് തേനി. ഇത് വൈഗാ ഡാമിലെ വെള്ളമാണ് കാണുന്നത്. നമ്മളെ മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നതാണ് വൈഗാ ഡാം. ഇതാണ്ട കൃഷിസ്ഥലമാണ്. ഈ മണ്ണാരും കൊണ്ടിട്ടല്ല, ഇത് ഇവിടുത്തെ മണ്ണെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്രയും കടലായിരുന്നെന്നും ഇത് 3000 അടി ഉയരമുള്ള ഒരു പാറയാണ് കേട്ടോ. ഇതാണ് രാമക്കൽ മേട്. ഇത് ഹനുമാൻ കൊണ്ട് വെച്ചതാണെന്നും ആണ് പറയുന്നത്. എന്നാൽ ശ്രീരാമന് നിൽക്കാൻ വേണ്ടി ഹനുമാൻ കൊണ്ട് വെച്ചതാണെന്നും ഹനുമാൻ്റെ കാൽപ്പാട് ഇതിൻ്റെ മുകളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടം പണ്ട് കടലായിരുന്നെന്നാണ് ഐതിഹ്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി അങ്ങ് അറ്റവും കൂടെ പോയിട്ട് വരാം. ഓടി ഓടി കാണണേ. അപ്പോൾ എൻ്റെ ഓഫ് റോഡും ഇതുപോലെയുള്ള കയറ്റവും ഇറക്കമൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഇതുപോലെ വ്യൂ കാണാൻ താല്പര്യമുള്ള എല്ലാവരും വന്ന് കാണണേ കേട്ടോ. ഇവിടെ പറകേറട്ടെ പറകേറട്ടെ. ഇവിടെ മറ്റേ ഓക്കെ. തിരക്കാരും കൊണ്ടുവരില്ല ഇവിടെ. ചേട്ടാൻ കൊടുത്താൽ പേടിക്കണ്ട, ഇല്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ. പേടിക്കണ്ട. ഇപ്പോൾ നീങ്ങിട്ടാ കൊച്ചിയുടെ നമുക്ക് അടുത്ത് ക്ലിയർ ആയിട്ട് കാണത്തില്ലേ? എന്താ കുണ്ടി വെക്കാനുള്ള സ്ഥലം ഇത് കണ്ടത് പണ്ടുള്ള ഈ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇതെന്ന് പറയുന്നത് ദൈവങ്ങളൊക്കെ വന്ന് ഇങ്ങനെയുള്ള സംഭവമൊക്കെ പറയുന്നത് അതായത് കാൽപ്പാട് കൂട്ടൊക്കെ. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാട്ടാ. ഇവിടെ എത്ര താഴ്ചയുണ്ട്? ഇതും അതേ സെയിം ഏറെക്കുറെ വരും. നമ്മളാണ്ട് ആള് ഇരിക്കുന്നുണ്ടോ ഈ താഴെ, അവിടുന്ന് ഇങ്ങോട്ട് വഴിയുണ്ടോ? ആ വഴി വന്ന് കണ്ടോ പാറയുടെ ആ പൊത്ത് കിടങ്ങിനെ കണ്ടോ? കണ്ടോ? കണ്ട്. അവിടുന്ന് ആൾക്കാർ ചാടുന്നു, പിള്ളേരൊക്കെ ചാടി ഈ താഴത്തെ പാറയുടെ താഴെ വരും. പണ്ട് ഒരു 3-4 വർഷം മുമ്പേ ഒരു പെണ്ണും ചെറുക്കും കൂടെ ഷാളൊക്കെ കയ്യെ കെട്ടിയിട്ട് പ്ലസ് പഠിക്കുന്നേ എടുത്ത് ചാടിയത് അവിടുന്ന്. ഇത് ക്ഷേത്രമാണ്. ആ സൈഡ് അവിടെ കാനയൊക്കെ ഉള്ള അവിടെയല്ലേ? ചെറിയപ്പാറ സൈഡാ. അവനൊന്ന് പിടിച്ചു കേട്ടോ. എനിക്ക് പേടിയാ കേട്ടോ ഇങ്ങനെയുള്ള കയറാനായിട്ട്. അവിടെ നിൽക്കുന്ന പേടിക്കുകയാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ട്. അതാ അവരുടെ അടുത്ത് വെക്കുന്നത്. ചാടിയാണ് പോ ഇങ്ങോട്ട് അങ്ങോ ഉമ്മച്ചി എങ്ങനെ കയറോടായിരിക്കും. അങ്ങനെ അങ്ങോട്ട് കയറുന്നേ ഞാൻ കാണിച്ചില്ല. അത് നോക്കിയാറേ ഇങ്ങോട്ട് പോവാം. ചേട്ടൻ പോയി കണ്ടോ? അങ്ങനെ പിടിച്ചോ. ആഞ്ഞ് കയറണം. ഗ്യാപ്പ് ഉണ്ടല്ലേ? ഓ
പോയാൽ പേടിക്കണ്ട, കിട്ടൂല. മുമ്പോട്ട് ഞാൻ ആയിരുന്നു, മുമ്പോട്ട് ആഞ്ഞി അത്ത് പിടിച്ചോണം കയറി പോട്ടെ. തള്ളണോ? അടിക്കും അത്രേ ഉള്ളൂ. കാലും കൂടെ ആ ക്യാമറ ചേട്ടാ ഇങ്ങനെ വാങ്ങിക്കോട്ടെ. കയറിക്കോ. കാല് നീളം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആ സൈഡിൽ പിടിച്ചോണേ, ഇതിൽ ആ കമ്പനി പിടിച്ചാലും മതി. വെറും കൂടാതെ കയറി വന്നുണ്ടോ? പൊക്കം. അയ്യോ സൂപ്പർ ഏട്ടാ. കുറച്ച് നേരം ഉയരെവിടെയോ പോയി, ഇപ്പോഴാണ് തിരിച്ചു വന്നത്. ഓക്കെ, അവിടെ നല്ലൊരു വ്യൂ ആണേ. പക്ഷേ ആരെങ്കിലും പിടിച്ച് കയറ്റാനും ഇറക്കാനും ഉണ്ടെങ്കിലേ പോവാം കേട്ടോ. ഇവിടെ നിന്നും ആരും ചാടിയിട്ടൊന്നുമില്ലല്ലോ. ആ ഇങ്ങോട്ട് ആരും വരില്ല. ആ നിങ്ങൾ വണ്ടിക്കാരില്ലാതെ ആരും വരില്ല ഇങ്ങോട്ട്. വണ്ടിയല്ലേ ആൾ വരുള്ളൂ. ഓ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവിടെ പോയിരുന്നു ധൈര്യം. ഈ ഹൈറ്റ് പേടി മാറാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇങ്ങനെയുള്ളിടത്തൊന്നും എത്തിപ്പോലും നോക്കൂല. ആദ്യം എൻ്റെ ജീവിതത്തിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകണം.